കപ്പക്കറിയും ഒരു കുസൃതി ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കപ്പക്കറിയാണ് കാണിക്കാൻ പോകുന്നത്. പുറത്ത് നല്ല പോലെ ഇതേ നോക്കി നല്ല മഴ വന്ന് ഇരുണ്ട് മൂടിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചത് ഇത് കണ്ടില്ലേ, കാർമേഘമൊക്കെ ഇരുണ്ട് മൂടി ആകാശം. ഇത് നമ്മളിത് ആകാശത്തേക്ക് ക്യാമറ തിരിക്കുകയാണ്. സ്ക്രീനിലേക്ക് ഇത് ഓരോ തുള്ളികളൊക്കെ വീഴുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇരുണ്ട് കൂടിയിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയ കാറ്റൊക്കെ വരുന്നുണ്ട്. അതിനുത്തരമായിട്ട് നമുക്കുള്ളൊരു ചെറിയൊരു കുസൃതി ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഒരു സ്ത്രീയും പുരുഷനും കൂടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനൊക്കെ കയറി. അവിടുത്തെ മാനേജർ വന്ന് ആ സ്ത്രീയോട് ചോദിച്ചു, ഇതാരാ നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന്. അതിനു മുമ്പ് ആ സ്ത്രീയെ മാനേജർക്ക് പരിചയമുണ്ട് കേട്ടോ നേരത്തെ. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അമ്മാവനെ ഇവൻ്റെ അമ്മാവ എന്നാണ് വിളിക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ വീഡിയോയുടെ അവസാനം ഞാനിത് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് കപ്പ ഏകദേശമൊക്കെ ഒരു റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിപ്പുറം നമ്മൾ മുളകും തേങ്ങയൊക്കെ ചിരകി ഒന്ന് സെറ്റാക്കണം. അതിന് വേണ്ടി നമ്മൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തീയിലെ അടുപ്പിലാണ് വെക്കുന്നത്. നാച്ചുറലായിട്ട് അടുപ്പിലാണ് നമ്മളിത് വെക്കാനായിട്ട് പോകുന്നത്. അടുപ്പിൽ നല്ലപോലെ നമ്മൾ കപ്പ ആദ്യം ഒന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇത് വേവിക്കാനായിട്ടൊക്കെ ഒന്ന് റെഡിയാക്കുവാണ്. ഏകദേശം നല്ലപോലെ തിളയ്ക്കാറായിട്ടുണ്ട്. നല്ലപോലെ തീ കത്തുവാണ്. തീ നല്ലപോലെ കൊടുക്കുക. അതിനിപ്പുറം നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കാനായിട്ട് ശരിയാക്കി വെക്കണം. എങ്കിൽ മാത്രമേ ഇത് കൊണ്ട് അരപ്പെല്ലാം റെഡിയാക്കുവാണ്. നമ്മൾ മിക്സിയിലിട്ട് അടിച്ച്, അതായത് തേങ്ങായി എല്ലാം കൂടെ ഒരു അരപ്പ് റെഡിയാക്കുവാണ്. കരിവേപ്പില, മുളക് ഇതെല്ലാം കൂടെ കൂടി ഒന്ന് നമ്മൾ കപ്പക്കറിയാണ് ഇന്നുണ്ടാക്കുന്നത്. ഇത് ഏകദേശം കപ്പ ഏകദേശമൊക്കെ റെഡിയായിരിക്കുകയാണ്. അതിനിപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്യണം. ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഏകദേശം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരപ്പൊന്ന് ചേർത്ത് റെഡിയാക്കുകയാണ്. അരപ്പ് ഏകദേശമൊക്കെ റെഡിയായിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഒന്ന് അടുപ്പിലേക്ക് വെച്ച് ഒന്ന് ഏകദേശം ഒരു നല്ല പരിവാകുന്ന ഒരു രീതിയിലേക്കൊന്ന് മാറ്റിയെടുക്കുക. കണ്ടില്ലേ? നല്ലപോലെ ഒന്ന് ഇളക്കി മറിച്ച് നല്ല ക്ലിയർ ആക്കുക, നല്ല ഉടച്ചെടുക്കുക. നമ്മുടെ ഈ ഷാപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു കപ്പയൊക്കെ പോലെ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും കപ്പക്കറി. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെയധികം സൂപ്പറാണ്. വേറൊരു കറിയൊന്നും നമുക്ക് ആവശ്യമില്ല കപ്പക്കറി ഉണ്ടെങ്കിൽ. കണ്ടില്ലേ? ഇച്ചിരി കടുകും എല്ലാം കൂടെ ഇട്ടൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചൂടാണ് പൊങ്ങുന്നത്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിൻ്റെ ഇത്. നമുക്ക് ഇച്ചിരി ചോറ് കൂടെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കാം. നല്ല സ്വാദാണ്. നല്ല ചൂട് പൊങ്ങി ആവി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നല്ല ചോറിൻ്റെ കൂടെ ഇത് നല്ല മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അത് കണ്ടില്ലേ? നല്ല പോലെ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് സൂപ്പർ ഫുഡാണ്. അതായത് നല്ലപോലെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ മുമ്പേ ചോദിച്ച കുസൃതി ചോദ്യത്തിനുള്ള ആൻസർ പറയാം. അത് അമ്മയും മകനുമാണ്. അതാണ് ഈ കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ. നമ്മളിനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതിലൂടെ എല്ലാവർക്കും ശുഭരാത്രി, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, ബൈ, സീ യു.